എങ്ങനെയുണ്ട്? പോസിറ്റീവ്സ് ആയിട്ട് പറയാനാണെങ്കിൽ കാർത്തിക് സൂര്യാസിന്റെ മേക്കിംഗ് ആയാലും BGM ആണെങ്കിലും കൊള്ളാം. അല്ലാതെ നോക്കുവാണെങ്കിലും ആവറേജ് ആണ്, ഒരു 6 out of 10 അത്രയ്ക്ക്. പ്രോഗ്രാമുണ്ട്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ ടിക്കറ്റ് എടുക്കാനാണ് പ്ലാനെങ്കിൽ OTT കാണുന്നതാണ് നല്ലത്. ഒന്നും പറയാനില്ല ബ്രോ, അടിപൊളി. ഓൾറെഡി ജിഗർദണ്ഡ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് കാണുമ്പോഴത്തേക്കും കാരണം നല്ല വൃത്തിയും പിന്നെ നല്ലോണം ഫാൻ സർവീസ് ഉണ്ട്, നല്ല മാസം ഉണ്ട്. ഫാൻ സർവീസ് നല്ലോണം ഉണ്ട്, മാസം നല്ലോണം ഉണ്ട്. ജിഗർദണ്ഡ കണ്ടവർക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് ഫാൻസിന്റെ ഓരോ ടൈമും നമ്മൾ ഓരോ എക്സ്പെക്ടേഷൻസ് കാണുമല്ലോ. ഓരോരോ പടങ്ങൾ വരുന്നതനുസരിച്ച് അതിനായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യക്ക് അങ്ങനെ ഒരു നല്ലൊരു കോൺസെപ്റ്റും പടവും വരുമ്പോഴായിരിക്കും അത് ഫാൻസിനിടയിൽ ക്ലിക്ക് ആവും. എന്നാൽ ഈ ഒരു പടം മൊത്തത്തിൽ എങ്ങനെയാണ്? മൊത്തത്തിൽ ഫാമിലി എന്റർടൈനർ ആണ്. ഒരു മെസ്സേജ് ഉണ്ട് പടത്തിൽ, ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. എറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാന ഡേറ്റ് എൻ്റെ അറിയിൽ സിങ്ക് ആണെന്ന് തോന്നുന്നു. അതുവരെ മാറ്റം വന്നിട്ടില്ല, സെയിമാണ്. ഈ പടവും ഫ്ലോപ്പാണ്. സൂര്യയുടെ കംബാക്ക് തന്നെ പറയാം. ഫൈറ്റിംഗ് സീനൊക്കെ ഒരു രക്ഷയില്ല, എങ്ങനെയുണ്ട് ബ്രോ? സൂര്യയുടെ കംബാക്ക് തന്നെയാണോ? മൊത്തത്തിൽ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ഒരുപാട് എക്സ്പെക്ട് ചെയ്യാതെ വന്ന ഇഷ്ടപ്പെട്ടു. സൂര്യ ഒരു കംബാക്ക് എന്ന് പറയാം. സൂര്യയുടെ ഒരു കംബാക്ക് തുടങ്ങി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചത്. അല്ലാതെ നമ്മളൊരു കാർത്തിക് സുബ്രാജ് പടം എക്സ്പെക്ട് ചെയ്ത് വന്നാൽ ചിലപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവാൻ ചാൻസ്. കാരണം മുമ്പ് വന്നിട്ടുള്ള സിനിമകളിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ആക്ഷൻ ഫിലിം അല്ല, ഒരു റൊമാൻറ്റിക് ആണ് കൂടുതൽ, ഒരു ലവ് സ്റ്റോറി. അത് ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന സംഭവങ്ങളാണ് കൂടുതൽ. സൂര്യയൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? വേറെ രീതിയിൽ എടുത്തൊരു പടം, കുഴപ്പമില്ലെന്നും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി പടം, സൂപ്പർ പടം, അടിപൊളി. എങ്ങനെയുണ്ട്? സൂര്യയൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബ്രോ? ആവറേജ് ആണ് ബ്രോ. കാരണം ഫസ്റ്റ് ഹാഫ് ഉള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫില് പുള്ളി കാർത്തികിന്റെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, സൂര്യയുടെ എല്ലാം ഒരു നല്ലൊരു ഇതുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് അതിലോട്ട് വന്നപ്പോൾ നമുക്ക് കുറെ അപാകത, കുറെ പാളിച്ച, കുറെ സൈഡൊക്കെ പോയായിരുന്നു. പിന്നെ ഒരു ആവറേജ് ഫാൻസിനോടൊക്കെ ഫസ്റ്റ് ഹാഫിലുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് കഴിഞ്ഞ് പോയി. 6 മണിക്കൂർ പടം ഇറങ്ങി, അതാണ് പടം. അതാണ് കാണേണ്ടത്. ഈ കൂടെ പടം കാണേണ്ടത്. അടിപൊളി, ഒന്നും പറയാം. സൂര്യയുടെ കത്ത സൂര്യയുടെ കമ്പേക്കാണ് ഈ പടത്തിൽ. അത്രയുണ്ട്, വേറെ പമ്പം പടം. ചിലവരൊക്കെ മറ്റേ അയൻകോടെ പ്രതീക്ഷിക്കുന്നത്. അയൻകോടയിലെ പടം സംഭവം പടം കാണും. അപ്പൊ അവരുടെ മനസ്സിൽ എന്താണ് പ്രതീക്ഷിച്ചായിരുന്നു. കാർത്തിക് സുബ്രാജിന്റെ പടങ്ങൾ കണ്ടുവരുന്ന ഒരാളാണെങ്കിൽ അവന്റെ ഇതിലെടുത്ത് സൂര്യക്ക് അവന്റെ പടം കൊടുത്ത് എങ്ങനെയായിരിക്കും? അതാണ്. അല്ലാതെ നമ്മൾ ഓവർ ഹൈപ്പ് ചെയ്തായിരുന്നു. കാർത്തിക് സുബ്രാജ് എന്താണ്, അതാണ് ഈ പടം സൂപ്പറായിട്ട് ചെയ്തത്. സൂര്യ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്ക്രീൻ പ്രസൻസ്. ഇതാണ് വേണ്ടത് സൂര്യന്. അത് മതി, അത്രയാണ്. ഭയങ്കര സന്തോഷമാണ്, ഹാപ്പിയാണ് ഈ പടത്തിൽ. ഹാപ്പിയാണ്, അതാണ് ആവശ്യം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫാണെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മളൊരു കാർത്തിക് സുബ്രാജിന്റെ പടത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഒരു പടത്തിൽ നിന്ന് ഫീൽ ചെയ്തില്ല. നമുക്ക് ഒരു ഇമ്പാക്റ്റും കിട്ടിയിട്ടില്ല പടത്തിൽ. ആകെ എനിക്കൊരു പോസിറ്റീവ് തോന്നിയ സന്തോഷം ആരാണ്ട് മ്യൂസിക് കുറച്ച് അത്യാവശ്യം കൊള്ളായിരുന്നു. അതർവൈസ് പടം ഇത് ആവറേജാണ്. രാവിലത്തെ ഒരു 3 മണിക്കൂർ വെറുതെ പോയി കിട്ടി. ഒരു 250 രൂപ പോയി കിട്ടി. പാട്ട് കൊള്ളാം. സന്തോഷ് നാരായണന്റെ മ്യൂസിക്കും BGM എല്ലാം വർക്കാവുന്നുണ്ട്. അല്ലാണ്ട് XXL ചെയ്ത പോലെ ഒരു ക്ലൈമാക്സിൽ ഒരു ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വർക്കാവുന്നില്ല, ഒന്നും കണക്ട് ആവുന്നില്ല. ഉറപ്പായിട്ടുമല്ല. സൂര്യ ഇനിയും കംബാക്ക് നടത്താൻ
വെയിറ്റിംഗ് ആണ്, സൂര്യക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സൂര്യയുടെ കമ്പാക്ക് ആയിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വന്നത്, പക്ഷെ അല്ല. ആവറേജ് പടം, നമുക്ക് യൂഷ്വൽ തിങ്, നമുക്കൊരു എക്സ്പെക്ടേഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ച് നമുക്കോട്ട് വരാൻ പറ്റില്ല. വരിക, കാണുക, അതേ ഉള്ളൂ. നമ്മളൊരു എന്താ പറയുക, ഞാൻ അവിടെ പറഞ്ഞ പോലെ വിജയുടെ സ്ക്രിപ്റ്റ് നമ്മുടെ സൂര്യ എടുത്ത ഒരു ഫീലാണ്. പുള്ളി മറ്റേ CM ഒക്കെ ആവുന്ന തിരക്കിനിടയിൽ സ്ക്രിപ്റ്റ് കിട്ടിക്കാണുന്നില്ല. ആ ഗ്യാപ്പിൽ ചിലപ്പോൾ പുള്ളി എടുത്തിട്ടുണ്ടാവും. ആ ഒരു യൂഷ്വൽ തിങ്, നമ്മളെ രക്ഷിക്കാൻ പോകുന്ന ഒരു സാധനം. പിന്നെ അതിനകത്തൊരു ഒരു സ്ക്രീൻ പ്ലേയും നല്ല രീതിയിൽ ഡയറക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ഷോട്ട് ഉണ്ട്, ഒരു 10 minutes കണ്ടിന്യൂസ് ഷോട്ട്. ആ അടിപൊളി, അത് മാറുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുന്നു. ആ ഒറ്റ ഷോട്ട് കണ്ടില്ലാതെ ഒരു ആസ് എ ഒരു എന്താ പറയുക, ഒരു സിനിമാറ്റോഗ്രാഫറായിട്ട് നോക്കുകയാണെങ്കിൽ അതും, പിന്നെ ഒരു ഡയറക്ഷൻ രീതിയിൽ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ആ ഒരു ഷോട്ട്. പിന്നെ യൂഷ്വൽ പുള്ളിയുടെ ബിൽഡപ്സും കാര്യങ്ങളൊക്കെ വരുമ്പം ആൾക്കാരുടെ ഫാൻസിൻ്റെ ഒക്കെ ഞാനങ്ങനെ ഫാനായിട്ട് പറയല്ല. പുള്ളി എനിക്ക് പണ്ട് ഇഷ്ടമാണ്. ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ ആക്ടർ ഈസ് എ നൈസ് ഗായ്. നമുക്ക് ആരാധനയൊക്കെ ഉണ്ട്. കൊള്ളാം, പുള്ളിയുടെ നല്ലൊരു ഇത് തന്നെയാണ്. ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റും, ഒരു ആവറേജ്.